പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇരുന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ അഭിഷിക്തൻ വിനീത പാസ്റ്ററോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രി കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് ധാരാളമായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രാവിലെ വായിച്ച തിരുവചന ഭാഗം തന്നെ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് മിനിസ്റ്റർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായം അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളൊന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടി അടച്ച് നമുക്ക് ഒരുമിച്ച് ഈ രാത്രി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അകത്തു നിന്ന് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വായിക്കപ്പെട്ട തിരുവചനത്തിനായി ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ബലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുവാൻ പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വചനം വെളിപ്പെട്ട് വരുവാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തിന് ആശ്വാസമായി തീരുന്ന ശുശ്രൂഷ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിപൂർണമായി ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മനിയോഗത്തോടെ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. അടകതന കേൾക്കന കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടേണ്ടതിനായി നന്ദി. അത്ഭുതങ്ങൾ കർത്താവ് ഞങ്ങളുടെ നടുവിൽ ചെയ്യേണ്ടതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആരാധന കേൾക്കന ശാന്തന കർത്താവെ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വായിച്ചത് അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ്. മുഖവരകൾ പറഞ്ഞ് സമയം കളയാതെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. അടുത്ത പദത്തിൽ നമ്മൾ വായിച്ചത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ. സ്തോത്രം. കർത്താവ് ആ വാക്യത്തിൽ നിന്ന് വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരണം. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഇതിൻ്റെ അകത്ത് അസാധാരണമായ ചലനങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നു കഴിഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇനി
ഓരോരുത്തരും പ്രാപിച്ച കൃപയ്ക്കൊത്തവണ്ണം ഉണർന്നു വരേണ്ടതിന് ആത്മമണ്ഡലത്തിൽ പോരാടേണ്ട സമയമാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. അനേക വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിച്ചു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു, കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ഇനി ഉറങ്ങേണ്ട സമയമല്ല. സ്തോത്രം. ദൈവസഭ ദേശത്ത് എഴുന്നേൽക്കണമെങ്കിൽ വ്യക്തിപരമായി ഓരോരുത്തരും ഇപ്പോൾ പ്രാപിച്ച അഭിഷേകത്തിൽ പ്രാർത്ഥനയാലും യാചനയാലും ഉപവാസത്താലും ഉണർന്നു വരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു കനൽ വ്യാപരിച്ചിട്ടുണ്ട്. ഇനി അത് ഊതി കത്തിക്കേണ്ടത്, അത് ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ ശത്രുവിൻ്റെ ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം ദൈവം ആ 70 പേരുടെ മേൽ പകർന്നത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നിടത്ത് ഭയപ്പെടുകയല്ല വേണ്ടത്. നേരെ മറിച്ച് പ്രാപിച്ച ദൈവശക്തിയാൽ ചിലതിനെ തകർക്കാൻ, ചിലതിനെ ചവിട്ടാൻ, ഇതുവരെ വാണു നിന്ന ചില പൈശാചിക ശക്തികൾ ദൈവത്താൽ തകരാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച ദൈവപ്രവൃത്തി ആത്മാവിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഞാൻ ഈ രാത്രി എന്തു ശുശ്രൂഷിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് ഇതേ വചനങ്ങൾ തന്നെ ശുശ്രൂഷിക്കുവാൻ, രാവിലെ ശുശ്രൂഷിച്ച വാക്യം തന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു പ്രേരണ എൻ്റെ ഉള്ളത്തിൽ തന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിലേക്ക് ഉയരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. ശക്തമായി പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ഈ രാത്രി കാലടി മുമ്പോട്ട് വെക്കേണ്ടതിന് വേണ്ടുന്ന ഗമനാഗമനങ്ങളെ പണിയുന്ന, പാത ഒരുക്കുന്ന, ബലപ്പെടുത്തുന്ന രാത്രിയാണെന്നും അതിനുവേണ്ടി ശക്തീകരിക്കുമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന പറയാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്തോത്രം. എന്നും ദൈവസഭ ഇതുപോലെ ഇരുന്നാൽ പോരാ. ദൈവജനം എന്നും ഇങ്ങനെ ഇരുന്നാൽ പോരാ. ദൈവജനത്തിനൊരു പുരോഗതിയുണ്ട്. അവരുടെ ഗമനാഗമനങ്ങളെ ദൈവം തുറക്കും. ചില അസാധാരണ വഴികൾ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ആ ഏറ്റവും ബാക്കില് ചെക്ക് ഷർട്ടിട്ട് അതെ, അതെ, അദ്ദേഹത്തോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കൊയ്ത്തുകൾക്കും നന്മയ്ക്കും എതിരെ പല പ്രാവശ്യം ശത്രു കടന്നു വന്നു തകർത്ത മേഖലകളുണ്ട്. സ്തോത്രം. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിന്റെ നിരാശ വരുത്തുന്ന ഇരുട്ടിന്റെ ശക്തിയെ ശാസിച്ച് ജയം തരാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിന് കഥാവ് ശക്തീകരിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഞെരുക്കുന്ന ഞെരുക്കങ്ങളെ പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു വിധത്തിലും മുന്നേറ്റത്തിലേക്ക് വിടാൻ സമ്മതിക്കത്തില്ല എന്ന് വാദിക്കുന്ന ചില വാദങ്ങൾ ദൈവാത്മാവിനാൽ തകർന്നു മാറി നിവർന്നു നിൽക്കുന്നത് പോലെ ജയമെടുത്തു വരുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത് നിന്റെ കുടുംബത്തിൻ്റെ
അകവശത്തെ പണിയുന്ന ദൈവപദ്ധതികൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ അകത്ത് അസ്വസ്ഥതകളെ വരുത്താൻ നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ഇറങ്ങി മാറിപ്പോകുന്ന കാഴ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തമായി വെളിപ്പാടിൽ കാണിച്ചു തരുന്നു. ആത്മാവ് ഇടപെടുന്നു. ഇതുവരെ അനുഭവിച്ചതുപോലെയോ ഇതുവരെ നിന്നതുപോലെയോ അല്ല. നിന്റെ ഓട്ടക്കളത്തിൽ വ്യത്യാസം വന്ന് എൻ്റെ സമാധാനത്തിൻ്റെ യാഗം ഞാൻ പകർന്ന് എൻ്റെ ദാസനെ എഴുന്നേൽപ്പിക്കുന്ന പ്രവൃത്തി ഞാൻ ചെയ്തെടുക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ദീർഘവർഷമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് തോൽവി വരുന്നുണ്ട്, ജയം വെളിപ്പെടുന്നില്ല. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? തോൽവി വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇനി തോൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അമിതമായ ഭാരം നിന്റെ മേൽ കൊണ്ട് കെട്ടിവെച്ച് ഒരിക്കലും നിവർന്നു വരാതിരിക്കേണ്ടതിന് നിന്നെ ഒതുക്കുന്ന പോര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ സൗഖ്യവും ദൈവം അയക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് ചില രോഗബന്ധനം പോലെ നിൽക്കുന്ന അസ്ഥികളെ കടന്നു പിടിച്ചിരിക്കുന്ന നുകത്തിൻ്റെ വ്യാപാരങ്ങൾ പൊട്ടിയടിഞ്ഞ് ദൈവിക ജയം പരിശുദ്ധാത്മ പകർന്ന അത്ഭുതം കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഉദരവുമായി ബന്ധപ്പെട്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വ്യാപരിച്ചു നിൽക്കുന്ന കെട്ടുകളെയും പരിശുദ്ധാത്മാവ് അടിച്ച് വിടുതലിലേക്ക് കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി ആത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നു. മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണമെന്നും കയറണമെന്നും എൻ്റെ ദാസന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു പടി പോലും മുമ്പോട്ട് പോകാൻ സമ്മതിക്കാതെ വഴിയടച്ചു നിൽക്കുന്ന ദുരാത്മമണ്ഡലം ഇന്ന് രാത്രി സഭ പ്രാർത്ഥിക്കുമ്പോൾ അതടിഞ്ഞു പോകുമെന്നും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നും പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ലാസ്റ്റ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അതിർവരമ്പുകൾ പൊട്ടും. ഒന്ന് പ്രാർത്ഥിച്ചു. ചില ദൈവപ്രവൃത്തി വീട്ടിൽ കാണാനുണ്ട്. ചില ദൈവപ്രവൃത്തിയുടെ സമയമായെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ഭാരങ്ങളും വേദനകളും ചുമന്നൊഴിക്കുന്നത് പോലെ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ സമയമായി. തലമുറ സംബന്ധമായി ഒരു മുള വളർന്നു വരുന്നത് പോലെ ആത്മാവ് ചില അത്ഭുത പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തെടുക്കുന്ന മഹത്വം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുകയാണ്. അടകത്തിന് നിന്ന അതിരുകൾക്ക് വിശാലത വരുത്തേണ്ടതിന് തലമുറയുടെ കരത്തിൽ പിടിക്കുകയും ചില വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ദൈവ പദ്ധതിയിൽ ഇരുത്തുകയും ചെയ്ത് നിന്നെ മാനിക്കേണ്ടതിന് കെട്ടുകൾ പൊട്ടിച്ച് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആരും ഒരു സഹായത്തിനില്ലാത്തവിടത്ത് നിന്റെ തലമുറയുടെ വലങ്കരം ഞാൻ പിടിച്ച് എത്തിക്കേണ്ട പൊസിഷനിൽ ഞാൻ എത്തിച്ച് ഇരുത്തേണ്ട മേഖലയിൽ ഞാൻ ഇരുത്തി ഒരു സൈനിങ് അതോറിറ്റിയുള്ള വ്യക്തിയായി നിന്റെ തലമുറ പുറത്തു വരുന്ന ചില ജോലികൾ ആത്മാവ് തുറന്നെടുക്കുന്നത് പോലെ ദൈവാത്മാവിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുകയാണ്. എല്ലാവരുടെ മുമ്പിൽ എൻ്റെ ദാസൻ ചിരിക്കുന്നവനാണെങ്കിലും ജീവിതത്തിൻ്റെ അകവശത്തേക്ക് നോക്കുമ്പോൾ ശൂന്യതകളും വരൾച്ചകളും ഒത്തിരി കിടപ്പുണ്ട്. ആ കെട്ടും ഇന്ന് ദൈവാത്മാവ് അടിച്ചു മാറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വലിയ ചില തലങ്ങൾ മൂടിയിട്ടിട്ട് ഇപ്പോഴത്തെ ഭാരങ്ങൾ തരണം ചെയ്തു പോകുന്ന നിന്റെ ജീവിത കാര്യങ്ങൾ ചിലത് മൂടിക്കിടക്കുകയാണ്. അതിനെ തുടരാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ഇന്നത്തെ കാര്യങ്ങൾ പരിഹരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ പരാപരം ജീവിത സാഹചര്യം കടന്നുപോയി നീ ഞെരുങ്ങുന്ന ആ മണ്ഡലം
ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ച് ദൈവപ്രഭത്തെ വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. ചില കെട്ടുകൾ പൊട്ടിയാകലെന്നോ ദൈവപ്രഭത്തെ വെളിപ്പെടട്ടെ. ശബന രമന ജഗത വൈദ ഖമന രഥ നഗൽക്കന ശാന്തരേ ജഗതനം കഥാവധി ചെയ്യുന്നു. വീണ്ടും ഇതിനകത്ത് സൗഖ്യത്തെ കർത്താവ് അയക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. ഈ കഴുത്തിന്റെ അസ്ഥിയിൽ ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ടു അസ്ഥിയുടെ തേയ്മാന നിമിത്തം ഭാരം അനുഭവിക്കുന്ന വ്യക്തി ഒന്ന് കരം പൊക്കിയാൽ പ്രാർത്ഥിക്കാം. കർത്താവ് കെട്ടുപൊട്ടിക്കും. അസ്ഥിയുടെ തേയ്മാനം. ഞാൻ ഈ മമ്മിയെ തന്നെയാണ് കണ്ടത്. ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? യേശുവിൻ നാമത്തിൽ അടഗതനകൽക്കന ശബനറവദചകനം അടഗതനകൽക്കന. ഇവരിപ്പോൾ സൗഖ്യമാകാൻ സഭ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സൗഖ്യം ഈ നിമിഷം വ്യാപരിക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. രോഗം മാത്രമല്ല, നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ഒരു വരണ്ട നിലം പോലെ ആക്കി തീർക്കുന്ന ഇരുളിൻ്റെ വ്യാപാരവും ഈ രാത്രി കർത്താവ് തകർത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഇരു തലങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഭാരപ്പെടുന്നത് പോലെ ഞരങ്ങുന്ന ഞരക്കം, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആധിപത്യ ശക്തികൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തകർന്നു പോയി. ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പദ്ധതി ഉണ്ട് എന്ന് ദൈവാത്മാവ് ശക്തവും വ്യക്തവുമായി ആലോചന വിളിച്ചു പറയുക. ഈ കഴുത്തിൻ്റെ അസ്ഥിക്ക് മാത്രമല്ല, അത് കരങ്ങളിലേക്ക് പോലും വേദനയായി ഇറങ്ങുന്ന ആ രോഗാത്മാവിനെ ഞങ്ങൾ ഇപ്പോൾ ശാസിക്കുന്നു. അത് അഴിഞ്ഞു പോട്ടെ, സൗഖ്യമാവട്ടെ. കർത്താവ് ചെയ്തത് കൊണ്ട് സ്തോത്രം. അത്ഭുതം കർത്താവ് ചെയ്തത് കൊണ്ട്, അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സൗഖ്യം നടക്കുന്നു. സൗഖ്യത്തിന് വലിയൊരു അന്തരീക്ഷം ഇതിനകത്ത് തുറന്നിരിക്കുന്നു. ഒരു പക്ഷെ ഓരോ രോഗങ്ങളും പേര് പറഞ്ഞ് ശുശ്രൂഷിക്കാൻ ഇന്ന് രാത്രി ടൈം നമുക്ക് കിട്ടിയില്ലെങ്കിലും രോഗികളായിട്ട് വന്നിട്ടുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ വെച്ച് തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്ന വയറിൻ്റെ ഉദരത്തിൻ്റെ അടിസൈഡ് സൂചി കുത്തി ഇറക്കുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ വിടുതൽ പ്രാപിക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അതിങ്ങനെ നല്ല ഒരു സൂചി ശരീരത്തിലേക്ക് ഇറക്കിയാൽ എങ്ങനെ വേദനയുണ്ടോ അതുപോലെ ഭാരം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇപ്പോൾ ആ സൗഖ്യം നടക്കട്ടെ. കർത്താവിൻ്റെ കരം ഇപ്പോൾ തൊടട്ടെ. ഞങ്ങൾ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അടകതനകൾക്ക് ഒത്തിരി സൗഖ്യം നടക്കുന്നു. കൂട്ടസൗഖ്യങ്ങൾ നടക്കുന്നു. യൂറിനറി പ്രോബ്ലങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ചില പ്രോസ്റ്റേറ്റിസിന്റെ ബന്ധനങ്ങൾ ദൈവാത്മാവ് അടിക്കുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗ സ്പിരിറ്റുകൾ കുടുംബത്തെ വിട്ട് അടിയറ്റുന്ന ആത്മാവിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കഥാവ് പ്രവൃത്തി ചെയ്തത് കൊണ്ട് നന്ദി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, കഥാവ് എനിക്ക് തന്നത് ചവിട്ടി മെതിക്കുക, തകർക്കുക എന്നുള്ളൊരു വചന സന്ദേശമാണ് കഥാവ് എനിക്ക് തന്നത്. നമുക്ക് പൈശാചിക തലത്തിന്മേൽ ചവിട്ടണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം ആവശ്യമാണ്. സ്തോത്രം. അത് പ്രാപിച്ചവർ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? സ്തോത്രം. ഒന്ന് രണ്ട് വചനങ്ങളെ ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി ആലോചന പറയാൻ സമയമെടുക്കുന്നു. ആവർത്തന പുസ്തകം 33 അധ്യായം 24 വാക്യം ഒന്ന് വായിക്കാമോ? ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട്
അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ കാല് എണ്ണയിൽ മുക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ കാലെണ്ണയിൽ മുക്കണം. സ്തോത്രം, സ്തോത്രം. അഭിഷേകത്തിൽ കുറയാതിരിക്കുന്നുവെങ്കിൽ, ആത്മതലത്തിൽ നിൽക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ദൈവപ്രവൃത്തി. സ്തോത്രം. എന്തോ ഇന്ന് രാത്രിയും കർത്താവ് അത് തന്നെ ഇടപെടുന്നു. ഒരു പുത്രസമ്പത്ത്, തലമുറ ഒരു സമ്പത്താകാൻ പോകുന്നു. സന്തോഷമുള്ളവർ സ്തോത്രം ചെയ്തേ, മക്കളുള്ളവർ സ്തോത്രം ചെയ്തേ, ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. പുത്രസമ്പത്ത് വെളിപ്പെടാൻ പോകുന്നു. സ്തോത്രം. നിന്റെ തലമുറ ലജ്ജിക്കത്തില്ല, നിന്റെ കുടുംബം ലജ്ജിക്കത്തില്ല. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തലമുറയെ ചൊല്ലി നിരാശപ്പെടുന്ന ചില മാതാപിതാക്കന്മാരോട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നു. നിന്റെ തലമുറ ലജ്ജിക്കാൻ അനുവദിക്കാതെ, തലമുറ നിമിത്തം നിന്റെ കുടുംബം തളരാൻ ദൈവം അനുവദിക്കാതെ, തകരാൻ ദൈവം അനുവദിക്കാതെ, ആത്മാവ് പണിതെടുക്കുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. സ്വത്രം. ഈ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു സഹോദരന്മാർക്ക് ഇഷ്ടരായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത പദം എന്താ നിൽക്കുന്നത്? അവന്റെ കാല് എണ്ണയിൽ മുക്കട്ടെ. ഇന്ന് രാത്രി ചില പൈശാചിക തലങ്ങൾ തകരപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അഭിഷേകത്തിൽ നിൽക്കാൻ, ദൈവശക്തിയിൽ നിൽക്കാൻ, ആത്മാവിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ഒരുക്കമാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആ തലത്തിലേക്ക് ദൈവജനത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവ് ശക്തമായും ഇടപെടുകയാണ്. സ്തോത്രം. ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. സ്തോത്രം. നമുക്കെല്ലാം അനുഗ്രഹം ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം. എന്നാൽ യഥാർത്ഥ അനുഗ്രഹം വെളിപ്പെട്ട് വരുന്നത് അഭിഷേകം വ്യാപരിക്കുമ്പോഴാണ്. ഞാൻ വാക്യത്തിൽ നിൽക്കാമെങ്കിലും ഈ റോമലേഖനത്തിൽ പദമുണ്ട്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ചതച്ചു കളയും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഇന്ന് വരെ പൊങ്ങി നിൽക്കുന്ന, ഇതുവരെ വാഴുന്നു എന്ന് പറയുന്ന, ഇതുവരെ എഴുന്നേറ്റു നിൽക്കുന്നു എന്ന് പറയുന്ന പൈശാചിക തലങ്ങൾ നിങ്ങളുടെ കാഴ്ചവട്ടിൽ ചതഞ്ഞരയുന്നത് പോലെ ആത്മാവ് ചിലതിരെ നീ നിമിത്തം ചതച്ചരയ്ക്കുന്ന ദൈവിക ശക്തീകരണം ആത്മാവ് നിലവിൽ പകരാൻ പോകുന്നുണ്ട്. ഈ രാത്രി സ്വർഗമിടപെടുന്നു. സ്തോത്രം, സ്തോത്രം. അവിടെ നിനക്കൊരു ഭാവിയുണ്ട്. സ്തോത്രം. ഒന്ന് എഴുന്നേൽപ്പിക്കാമോ? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ എടുത്ത തീരുമാനം നിന്റെ ലൈഫിനെ തിരിക്കുന്ന ദൈവപ്രവൃത്തിയായി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നത് ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. അഡകഥന. നിന്റെ കുടുംബത്തിൽ ഒത്തിരി വരൾച്ച കിടപ്പുണ്ട്. സ്തോത്രം. ശൂന്യത കിടപ്പുണ്ട്. നിന്നയുടെ കല്ല് കിടപ്പുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം നിന്നയുടെ കല്ലുകളെ മാറ്റി ജയം വെളിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. നിന്റെ വാഗ്ദത്തം ഭയങ്കരമാണ്. ഉത്സാഹത്തിൽ എഴുന്നേൽക്കേണ്ടത് ദൈവകരത്തിൽ ഏൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് മഹത്വകരമായ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവന്നു. നിന്റെ പപ്പയ്ക്കും മമ്മിക്കും സാധിക്കാത്ത തലങ്ങൾ നിന്നിൽ കൂടി തുറന്നു തരുന്ന ദൈവിക പദ്ധതി പരിശുദ്ധാത്മാവ് നിലവിൽ തുറക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എല്ലാ കാര്യങ്ങൾക്കകത്തും ഇറങ്ങി ആക്റ്റീവായി നിൽക്കാൻ നീ മിടിക്കുക.
പക്ഷെ നിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നീ അല്പം ഒന്ന് പുറകോട്ട് വലിയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ധൈര്യം കിട്ടാത്തത് പോലെ നിന്റെ ജ്ഞാനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇരുട്ടുണ്ട്. ഈ രാത്രി സ്വർഗത്തിൽ ദൈവം പറയുന്നു, ഞാനതിനെ മാറ്റും എന്ന് മാത്രമല്ല, എൻ്റെ സന്നിധിയിൽ കാഹളമൂതുന്ന വ്യക്തിയായി എൻ്റെ ശുശ്രൂഷയ്ക്കകത്തേക്ക് ഞാൻ നിന്നെ വലിച്ചെടുക്കുന്ന ദൈവപ്രവൃത്തി ഞാൻ നിന്റെ മേൽ ചെയ്തെടുക്കാൻ പദ്ധതിയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അടകതന നിന്റെ മമ്മിയുമായി ബന്ധപ്പെട്ട് സൗഖ്യം നടക്കുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. പ്രത്യേകിച്ച് വൈറ്റമിന്റെ കുറവ് പോലെയുള്ള ഒരസ്വസ്ഥത അദ്ദേഹത്തിൽ സൗഖ്യമാകുന്ന വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. അത് നിന്നിലുമുണ്ട്. അസാധാരണമായി ചില സമയങ്ങളിൽ ശരീരത്തിന്റെ അകത്തേക്കൊരു ക്ഷീണം വന്ന് അത് വല്ലാതെ തളർത്തുന്ന അനുഭവം ഇന്ന് ഈ പകൽ കെട്ടഴിഞ്ഞു പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സഹായിപ്പാൻ ഒരു കരവും നിങ്ങളുടെ കൂടെ ഇല്ല. സ്തോത്രം. എന്നാൽ ബലപ്പെടുത്തുന്ന ദൈവം പട്ടണങ്ങൾക്ക് നടുവിൽ ഉറപ്പിച്ചെടുക്കുന്നത് പോലെ, നട്ടു നനച്ച് വളർത്തി ചില അവകാശങ്ങൾ തരുന്നത് പോലെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി എഴുന്നേൽപ്പിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗത്തിൽ ദൈവം ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ അകത്തു വരുന്ന അവകാശബോധവും നിരാശയുടെ ചില തലകളും ഇന്ന് പൊട്ടി അഴിയുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നു. നീ ജയം കാണാൻ പോകുന്നു. നീ നല്ല ഒരു റിസൾട്ടിലേക്ക് എത്തുന്ന ദൈവ പദ്ധതി നിലവിൽ തുറക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ഈ ഉപവാസം ഈ തലമുറയ്ക്ക് മാത്രമല്ല, പഠിക്കുന്ന തലമുറകൾക്ക് ജ്ഞാനമായി തീരുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. മോളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഒരു നിമിഷം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കും. കർത്താവിനെ കാണിക്കുന്നത് ഇവളുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് അസാധാരണ ഡോറുകൾ കർത്താവ് തുറക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. എന്നാൽ ഇവളുടെ ഉള്ളിൽ അവൾ പഠിക്കുന്ന ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് ആൻസറുകളുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നൊരു വ്യാപാരം. അതാണോ ഇതാണോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത് പോലെ തെറ്റിക്കുന്ന ഒരു മേഖല ദൈവാത്മാവ് അടിച്ചു മാറ്റി വ്യക്തമായ ലക്ഷ്യത്തോടെയും ആശയത്തോടെയും നല്ല കോൺഫിഡൻസോടെയും വളരാൻ തക്കവണ്ണം കർത്താവ് ശക്തീകരിക്കാൻ പോവുകയാണ്. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന മുഖങ്ങളെ അടിച്ചു കളയുന്നു. അത് കർത്താവിന്റെ കരം ചലിച്ചതിന് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരം ചലിച്ചതിന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരഭിഷേകത്തിന്റെ തൈലം ഈ തലമുറയ്ക്ക് വ്യാപരിക്കുന്നു. ഇപ്പോൾ ഇവൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കയറട്ടെ. അതിനെ മൂടുന്ന, ഇവളുടെ ചിന്തകളെ മൂടുന്ന ഇരുട്ടിനെ ഞാൻ ശാസിക്കുന്നു. ഔട്ട് ദ നെയിം ഓഫ് ജീസസ്. അത് തകർന്നിരിക്കേ നന്ദി, അത്ഭുതം നടന്നിരിക്കേ നന്ദി. വീട് സഭ പ്രാർത്ഥിച്ച് ഇതിനകത്ത് വിടുതലിൻ്റെ ഒരു സമയം അമ്മ വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥിച്ച് കിഡ്നി രോഗങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവപ്രവൃത്തികൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. മരണത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രിയിൽ സഭ അടിച്ചു കളയുന്നു. ജയം ദൈവാത്മാവ് തരട്ടെ. നമ്മൾ റോമലേഖനം 16 സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ, ആ വാക്യം ഒന്ന് ഒരുമിച്ച് പറയാൻ പറ്റുമോ?
നമ്മൾ ഒരുമിച്ചത് ആത്മാവിൽ പറയുമ്പോൾ അസമാധാനം ഇട്ട് പിടിച്ചു തൂങ്ങുന്ന, ഇരുട്ട് തകർന്നു വീഴുന്ന കാഴ്ചയാണ് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നത്. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണെങ്കിൽ നിനക്കെതിരെ സമാധാനക്കേട് വരുത്തി നിൽക്കുന്ന ദുരാത്മ കോട്ട ഇനി പൊങ്ങാൻ സമ്മതിക്കാതെ നിന്റെ കാൽച്ചുവട്ടിൽ അതിനെ ഞെരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ശബനറബന ജഗത അടകതടകൽക്കന. ബാക്ക് സൈഡില് ഈ വേരിക്കോസ് അകത്തേക്കുണ്ടാകുന്ന വേരിക്കോസ് നിമിത്തം കാലിന് ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന വ്യക്തി ഒന്ന് കൈ ഉയർത്താമോ? യേശുവിൻ നാമത്തിൽ. പപ്പ മാത്രമല്ല, ഈ ഭാഗവ കാണിക്കണം. ഓക്കെ, യേശുവിന്റെ നാമത്തിൽ അങ്കിള് സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് അവിടെയാ കർത്താവിനെ കാണിച്ച്. അവിടെ ദൈവത്തിന്റെ ദൂതൻ നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യം ആ മമ്മിയുടെ ശരീരത്തിൽ ആത്മാവിൽ വെളിപ്പെടട്ടെ. അത്ഭുതം നടക്കും. ആ ബാക്കില് കസേര കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ പുറകിലിരിക്കുന്ന സിസ്റ്ററോട്, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ലൈഫിൽ വിടുതൽ കൊണ്ടുവരുമെന്നും ദൈവപ്രവൃത്തി സ്വർഗം തുറന്നു തരുമെന്നും പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുന്നു. നിന്നെ ജയത്തിലേക്ക് വിടാൻ സമ്മതിക്കാത്ത പാരമ്പര്യ കോട്ടകളും നിരാശ വരുത്തുന്ന വ്യാപാരങ്ങളും ഇന്ന് രാത്രി തകർന്ന് പുതിയ ഉറവ തുറക്കുന്നത് പോലെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ വിടുവിക്കാൻ പദ്ധതിയുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുകയാണ്. ആ സഹോദരൻ ലാസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാം. ശരീരത്തിൽ വിടുതൽ നടക്കുന്നതും ജീവിതത്തിൽ വിടുതൽ നടക്കുന്നതുമായ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തിന്റെ പദ്ധതി തകർന്ന് അഴിഞ്ഞു പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി ആത്മാവിൽ വെളിപ്പെടുത്തി തരികയാണ്. കഥാവത് പൊട്ടിക്കും, കഥാവത് മാറ്റും. പ്രത്യേകിച്ച് 2023 തൊട്ട് 26 ഈ ടൈം വരെയുള്ള കാലഘട്ടം ചിലത് ഡിലേക്കകത്ത് കൊണ്ടുപോയി, താമസത്തിനകത്ത് കൊണ്ടുപോയി, ജയം വരാൻ സമ്മതിക്കാതെ ഒതുക്കുന്ന ആ മേഖലയെ ആത്മാവ് അടിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി അത്ഭുതം ചെയ്യാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ആലോചന പറയാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. റോമലേഖനം 16:20 പറയുന്നത് ആവർത്തനം മറക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാധാരണ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രി കഴിയുന്നതിന് മുമ്പ് ആ വേഗത്തിൽ എന്നുള്ള പദം നിങ്ങളുടെ ലൈഫിൽ ക്രിയ ചെയ്യാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ചതച്ചു കളയും. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ കർത്താവിനെ കാണിക്കുന്നത് ഈ വടി തടഞ്ഞു നിൽക്കുന്ന ചിലത് ചതഞ്ഞരഞ്ഞു കിടക്കുന്ന വെളിപ്പാണ്. നമ്മൾ MC റോഡിലും NH ഒക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ ഈ വണ്ടിക്ക് കുറുക്ക് ചാടുന്ന മൃഗങ്ങൾ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത് പോലെ നിന്റെ വാഗ്ദത്തത്തിന്റെ വടി തടയുന്ന ചില ദുരാത്മമണ്ഡലങ്ങൾ നിന്റെ കാഴ്ചവട്ടിൽ ചതഞ്ഞരഞ്ഞു വീഴുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം ആത്മാവ് നിന്റെ മേൽ
ആസ്മയും വാൽവ് സംബന്ധമായിട്ടുള്ള തകരാറ് കർത്താവ് സൗഖ്യമാക്കുന്നു. ഒന്ന് കൈ ഉയർത്താമോ? ആ വിഷയം ഒന്ന് ആസ്മ പോലെയുള്ള രോഗവും, 2 വാൽവ് സംബന്ധമായിട്ടുള്ള ബ്ലോക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു. ഒന്ന് ശ്വാസം മുട്ടലിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് എഴുന്നേറ്റത് യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ ഉണ്ട്, വാൽവിന്റെ അസ്വസ്ഥതയും കർത്താവ് സൗഖ്യമാക്കുന്നതിന് കർത്താവിനെ കാണിക്കുന്നു. അടകതറ ദൈവത്തിന്റെ ആത്മാവ് സിസ്റ്ററോട് പറയുന്നു, നിന്നെ കട്ടപ്പെടുത്തി കളയുന്നത് പോലെ ജീവിതത്തിന്റെ അകത്ത് നിന്ന് നിരന്തരം ആക്രമിക്കുന്ന ഈ ഇരുട്ടിന്റെ ശക്തി ഇനി നിന്റെ ജീവിതത്തിൽ നിൽക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. മാത്രമല്ല, നീ ഒരു ചേഞ്ചിലേക്ക് കയറാൻ, നിന്റെ ജീവിതം, നന്മ, പ്രൊഫഷൻ എല്ലാം ഒരു ചേഞ്ചിലേക്ക് കയറാൻ തക്കവണ്ണം ആത്മാവിന്റെ പ്രവൃത്തി കൂടി വെളിപ്പെടുത്തുന്ന രാത്രിയാണ് ഇത് എന്ന് സ്വർഗത്തിലെ ദൈവം ശക്തമായി പറയുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് കിഴക്ക് ദേശത്ത് മലയുള്ള പ്രദേശം അല്ലെങ്കിൽ ഒത്തിരി ഉയർന്നു കിടക്കുന്ന പ്രദേശം, ഇങ്ങനെ ഒരു ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാധിപത്യ ശക്തി നിങ്ങളുടെ പാരമ്പര്യങ്ങൾക്കകത്തുനിന്ന് അഴിഞ്ഞു മാറുന്ന വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. അത് ലൈവ് പോകുന്നത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. എങ്കിലൊരു ആധിപത്യ ശക്തി പോലെ വ്യാപരിച്ചു നിന്ന് നന്മ മുടക്കിയും രോഗിയാക്കിയും നിങ്ങളെ ബന്ധിക്കുന്ന കെട്ട്. സിസ്റ്റർ, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കണ്ട, സഭയൊന്ന് പ്രാർത്ഥിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിനെ അഴിക്കുന്നു. അഴിയട്ടത് അഴിഞ്ഞു പോട്ടെ. സഭ പ്രാർത്ഥിച്ച് ഇവളിൽ മാത്രമല്ല, ഈ കുടുംബത്തിൽ കൂട്ടത്തോടെ ഒരു വിടുതൽ നടക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ അഴിക്കുന്നു. ഔട്ട് ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ജയം കൽപ്പിച്ചത് കൊണ്ട് നന്ദി. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് കൊണ്ട് നന്ദി. ചില ആചാരം പോലെ കിടക്കുന്ന പൈശാചികത പുരാതനമായി നിൽക്കുന്നത്, അത് തകർന്നത് ദൈവാത്മാവിനെ കാണിച്ചു. സൃഷ്ടിയിരുന്നോ ഈ രാത്രി പ്രാർത്ഥിച്ച് ഒന്നുകൂടി വാൽവ് സംബന്ധമായി അത് ഹാർട്ടിന്റെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പെയിനാ കർത്താവിനെ കാണിക്കുന്നത്. വാൽവ് സംബന്ധമായി കർത്താവ് സൗഖ്യമാക്കുന്നതിന് കർത്താവിനെ കാണിക്കുന്നു. ഒന്നല്ല ചെയ്യില്ലെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ഒന്ന് കരമുയർത്താമോ? യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ ശക്തമായി കാണിക്കുന്നു. സ്റ്റെൻഡിടിക്കുമെന്ന് പറയുന്നത് പോലെ അടകതനെ വ്യാപരിക്കുന്ന ബ്ലോക്കിനെ ഇന്ന് രാത്രി സ്വർഗം അടിക്കുന്നതും ഓപ്പറേഷൻ ഇല്ലാത്ത സൗഖ്യം എന്റെ ദൈവം വരുത്തുന്നതുമായ ആത്മീക കാഴ്ച കഥവനെ കാണിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് ഈ ഉപവാസ പ്രാർത്ഥന 20 ദിവസം കാത്തിരുന്നത് വേഗത്തിൽ ചിലത് തകരുന്നത് കാണാൻ വേണ്ടിയാണ്. വിശ്വാസമുണ്ടോ? ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത ഓരോ കുടുംബത്തോടും പരിശുദ്ധാത്മ പറയുന്നു, വിശ്വാസത്തോടെ വന്ന് ആത്മാർത്ഥമായി സഹകരിച്ച് ആരാധനയ്ക്ക് പങ്കെടുത്ത ഓരോരുത്തരോടും ദൈവാത്മ പറയുന്നു, നിന്റെ ഭവനത്തിൽ വേഗത്തിൽ അത് ചിലത് തകരുന്നത്, നിന്റെ ഭവനം തകരുന്നതല്ല, നിന്റെ ഭവനത്തെ തകർത്ത അത് ഇരുട്ടു തകരുന്നത് നീ വേഗത്തിൽ കാണുമെന്ന് പരിശുദ്ധാത്മാവിന്റെ വിടുകയാണ്. സ്തോത്രം. രാത്രി ഒത്തിരി രോഗസൗഖ്യം നടക്കുന്നു കേട്ടോ, ഒത്തിരി രോഗസൗഖ്യം നടക്കുന്നു. ഫാറ്റി ലിവർ കർത്താവ് സൗഖ്യമാക്കുന്നതിന് കർത്താവിനെ കാണിക്കുന്നു. അത് നല്ല അസ്വസ്ഥതയുണ്ട്. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തിയെ പ്രാർത്ഥിക്കും, സൗഖ്യം ദൈവാത്മാവ് വഹിക്കും. ഫാറ്റി ലിവർ യേശുവിന്റെ നാമത്തിൽ. അച്ഛൻ ഒന്ന് എഴുന്നേറ്റ് വരാം, ഇത് സൗഖ്യത്തിന്റെ ടൈമാണ്. ഒന്ന് എഴുന്നേറ്റ് വരാം. യേശുവിന്റെ നാമത്തിൽ അടകതനകൽക്കന റാംതോ നകൽക്കന ശബന റബദ ചകതം അടകതന
ആത്മാവിൽ എൻ്റെ ദാസൻ കരയുന്ന കരച്ചിലുകൾക്ക് മറുപടി വരാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അഡ്ഡകത്തിനെ ചവിട്ടി കയറുവാൻ നോക്കുന്ന പലതും ചവിട്ടി നിൽക്കുന്ന മേഖല ഇടിഞ്ഞു താന്നതിന് പോലെ ഇടിഞ്ഞു താന്ന അനുഭവങ്ങൾ ഒട്ടനവധി ജീവിതത്തിൽ വന്നു. എന്നാൽ ഇതുവരെ ആയിരിക്കുന്നത് ദൈവകൃപയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എന്നാൽ എൻ്റെ ദാസന്റെ ഭവനം ദൈവത്തിൻ്റെ അസാധാരണമായി പ്രവൃത്തി കണ്ട് പുറത്തു വരുന്നത് പോലെ പുറത്തു വരുന്ന ദൈവമഹത്വം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോൾ നികത്തിയെടുക്കാൻ കഴിയാത്ത കുഴികൾ ആത്മാവ് നികത്തുന്നത് പോലെ ഒരു കാഴ്ചയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന ആ രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അത് വിട്ടുപോകെ. കർത്താവ് സൗഖ്യമാക്കിയത് കൊണ്ട് നന്ദി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, വേഗത്തിൽ വചനത്തിലേക്ക് വരാം. അവസാനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും. സമാധാനത്തിന്റെ ദൈവമോ ഒന്ന് പറഞ്ഞ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും. അതൊന്ന് ആത്മാവിൽ പറഞ്ഞ് ഒന്ന് ആവർത്തിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗമനാഗമനങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ജനത്തെ ചലിക്കാൻ നിർവാഹമില്ലാതെ ഒതുക്കി ബന്ധിച്ചിട്ടിരിക്കുന്ന ആദ്യപത്തങ്ങളും നുകത്തിന്റെ കയറുകളും അടിഞ്ഞു മാറി അസാധാരണമായ ഒരു ദൈവിക സ്വാതന്ത്ര്യം ആത്മാവ് കൈമാറ്റം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശയെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മുടെ തലമുറ ദേശത്ത് തഴച്ചു വളരണ്ടേ? അവർ ചില പൊസിഷനുകൾ അവകാശമാക്കണ്ടേ? അവരുടെ വാക്തത്വങ്ങൾ അവരുടെ കരത്തിൽ വരണ്ടേ? അവർ ദൈവത്താൽ പ്രബലപ്പെടണ്ടേ? ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. തലമുറയ്ക്ക് മേൽ കൈമാറ്റം ചെയ്യേണ്ട ദൈവിക പ്രവൃത്തികൾ നടക്കേണ്ടതിന് മാതാപിതാക്കന്മാർ ഇന്നു രാത്രിയിൽ അവ കാല എണ്ണയിൽ മുക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഈ ഉപവാസത്തിൽ അസാധാരണമായ ഒരു ഐക്യത സ്തോത്രം കഥാവ് തരാൻ പോവാ. അതിന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അത് സഭയിലും വെളിപ്പെടും, കുടുംബത്തിലും വെളിപ്പെടും. നിലവിൽ കുടുംബത്തിലില്ല, സഭയിലും ചില മേഖലകളിൽ ഇല്ല. എന്നാൽ ആശേർ കാല എണ്ണയിൽ മുക്കിയപ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾക്ക് ഇഷ്ടനായി തീർന്നത് പോലെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, സഭാമധ്യേ ദൈവജനം ഐക്യതയോടെ നിന്ന് അഭിഷേകത്തോടെ നിന്ന് ഒരുമനപ്പെട്ടു നിന്ന് ഈ ദേശത്തെ ജയിക്കുന്ന ദൈവപ്രവൃത്തി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കുമ്പോ ഏതൊക്കെ മേഖലയിലാണ് ജയം വ്യാപരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാന് പാമ്പാടി ശുശ്രൂഷിച്ചോണ്ടി നിന്നപ്പോൾ കർത്താവ് ഒരു ദൂത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന കുടുംബത്തിൽ സൗഖ്യം നടക്കാൻ പോകുന്നു. സ്തോത്രം. അത് അവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അയൽവാസി, അവര് യേശുവിനെ അറിയുന്നത് പോലുമല്ല. പക്ഷെ സഭയിൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ അവർക്ക് പോലും സൗഖ്യം ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ കാല എണ്ണയിൽ മുക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾക്ക് മാത്രമല്ല, ദേശത്തും നീ ഒരു അനുഗ്രഹമാകാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ അതിന്റെ അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ചു. കാലെണ്ണയിൽ മുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പദം
ഒന്ന് കാലെണ്ണയിൽ വെക്കുന്നത് കൊണ്ട് തലമുറയിലുള്ള അനുഗ്രഹം, സഭയിലും നമ്മുടെ ബന്ധങ്ങൾക്കകത്തും. ചില ആൾക്കാരുടെ വലിയൊരു വിഷയമാണ് ഒരു കാലഘട്ടം പാസ്റ്റർ ഒരു കാരണവും ഇല്ല, ചുമ്മാ ബന്ധങ്ങളൊക്കെ അകന്നു പോകും. സ്തോത്രം. നിൽക്കുന്ന നിപ്പിൽ സ്തോത്രം. ഒരു കാരണവും ഇല്ല, ഒന്നും പറഞ്ഞിട്ടല്ല, ഒന്നും ചെയ്തിട്ടല്ല, പെട്ടെന്ന് അങ്ങ് അകന്നു പോവുക. അകന്നു പോകുക എന്ന് മാത്രമല്ല, അവർ ഏറ്റവും വലിയ പ്രതിസന്ധിയായി തീരുകയും ചെയ്യുക. സ്തോത്രം, സ്തോത്രം. അങ്ങനെയുള്ള ഒരു വ്യാപാരം ഈ രാത്രി, ഞാൻ ഈ വാക്യം എടുക്കാൻ വന്നതല്ല, ഈ രാത്രി തകരാൻ പോവുക. സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് പോലെ, വാക്കുകളെ തമ്മിൽ ചേർക്കാത്തത് പോലെ, ഐക്യത ഉണ്ടാക്കാത്തത് പോലെ അകന്നകന്ന് മാറിപ്പോകുന്ന ബന്ധങ്ങളുടെ കണ്ണികൾ പൊട്ടിച്ചു കളയുന്ന ആ ദുരാത്മ ആധിപത്യം ഇന്നു രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കകത്തുനിന്ന് ആത്മാവ് അഴിക്കാൻ പോവുകയാണ്. സ്തോത്രം. അതൊന്ന് ശക്തമായി പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട ഒരു വിഷയമാണ്. ഒന്നാത്മാവി പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിനക്ക് അനുഗ്രഹമാകേണ്ട ചില ബന്ധങ്ങൾ, നിനക്ക് നന്മയാകേണ്ട ബന്ധങ്ങൾ, നിനക്ക് സമാധാനവും ആശ്വാസമാകേണ്ട ബന്ധങ്ങൾ, നിനക്കെതിരെ പ്രതികൂലമായി തിരിയുന്നതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ഇരുട്ട് കിടപ്പുണ്ട്. ഇന്ന് രാത്രി വെളിപ്പാട് ആത്മാവിൽ സ്വീകരിച്ചു പ്രാർത്ഥിച്ചോ, അതിനെ ചവിട്ടാൻ ആത്മാവ് നിന്റെ കാലുകൾക്ക് ഒരഭിഷേകം തരാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചില അനുഗ്രഹങ്ങൾ വരേണ്ടത് ബന്ധങ്ങൾ നിമിത്തമാണ്. എന്ന ബന്ധങ്ങളെ അകറ്റി മാറ്റി ഒരു ഫോൺ വിളി പോലും ഇല്ലാതെ രക്തബന്ധങ്ങളെ ചിന്നിച്ചിദ്രിപ്പിക്കുന്നത് പോലെ, രക്തബന്ധങ്ങൾക്കകത്ത് പോലും കൂടി വരാൻ കഴിയാതെ ഒതുക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തിന്റെ തന്ത്രം ദൈവാത്മാവിന്റെ കണ്ണിൽ വരച്ചു കാണിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ആ പൈശാചിക തലം നിന്റെ കാഴ്ചവട്ടിൽ തകർന്ന് ദൈവപ്രവൃത്തിയായി ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ കാല് എണ്ണയിൽ മുക്കട്ടെ. അതൊന്ന് വ്യക്തിപരമായി ഏറ്റെടുക്കാമോ? ഇവിടെ അഭിഷിക്തന്മാർ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഈ 21 ദിവസവും മിനിസ്റ്റർ ചെയ്തു. ഇവിടെ വ്യാപരിച്ച അഭിഷേകം നാളെ വീട്ടിൽ ചെന്നിട്ട് മാറ്റിക്കളയാനല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ അവിടെയും ഇതേ ആരാധന വെളിപ്പെട്ട്, ഇവിടെ എന്ത് വെളിപ്പെട്ടോ അതേ ആരാധന നിന്റെ ഭവനത്തിൽ വെളിപ്പെടണം. നിന്റെ ഭവനത്തിൽ വെളിപ്പെടണം, എങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വെളിപ്പെട്ടതിന്റെ ഇരട്ടിയായി ആത്മാവിൽ നീ അവരെ ആരാധിക്കണം. ദൈവാത്മാവ് പറയുന്നു, നാളെ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ തീരും. കഥാമിന്റെ അഭിഷിക്തൻ ആശീർവാദം പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടും. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, പിന്നത്തെ വെള്ളിയാഴ്ച വരെ പ്രാർത്ഥനയിൽ പോരാടുന്നത് നിർത്തരുത്. പ്രാർത്ഥനയിൽ പോരാടുന്നത് നിർത്തരുത്. അഭിഷേകത്തിൽ നിലനിന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ റിസൾട്ടുകൾ എന്റെ ദൈവം നിങ്ങളെ കാണിക്കുമെന്ന് ആത്മാവ് ഈ രാത്രിയിൽ ശക്തമായി ഇടപെടുക. ഹല്ലേലൂയ. ഒരു പ്രവാചക മിനിസ്ട്രിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പദ്ധതി വെച്ചിട്ടുണ്ട്. അകത്തു കയറി നിൽക്കുന്ന ആശങ്കകളെ അകറ്റിക്കളഞ്ഞ് സ്വസ്ഥതയ്ക്കകത്തേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന പ്രവൃത്തി ആത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നു. പിരിഞ്ഞു കെട്ടിക്കിടക്കുന്നത് പോലെയുള്ളൊരു കയറ് കർത്താവ് അടിച്ച് നേരെയാക്കുന്നൊരു കർത്താവിനെ കാണിക്കുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മ പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഇന്ന് പിരിഞ്ഞു കെട്ടിക്കിടക്കുന്ന ബന്ധനങ്ങൾ, പിരിഞ്ഞു കെട്ടിക്കിടക്കുന്ന കരിങ്കെട്ടുകൾ കർത്താവ് നേരെയാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. കർത്താവ്
ഒന്ന് എഴുന്നേറ്റ് വരാമോ? ഫിനാൻഷ്യൽ മണ്ഡലത്തിന്റെ അകത്ത് ഒരു സ്റ്റെപ്പ് തുറക്കാൻ പോവാ. അജഗതന പല വാതിലുകളും മുട്ടിയിട്ടും അടഞ്ഞു കിടക്കുന്ന ആവശ്യബോധത്തോടെ നിൽക്കുന്ന മണ്ഡലം കർത്താവ് തൊട്ടഴിക്കുന്നത് പോലെ അത്ഭുതം വെളിപ്പെടുത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഇദ്ദേഹത്തിൽ ഇന്നിവിടെ ഒരു വിടുതൽ വെളിപ്പെടുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ പപ്പയുടെ ആരോഗ്യത്തിലും അദ്ദേഹത്തിന്റെ ഞരക്കത്തിലും ദൈവിക വിടുതൽ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ പുറത്തു കൊണ്ടുവരാനുണ്ട്. കഴിഞ്ഞ 3-ലധികം വർഷമായി വളരെ ഭാരത്തോടെ ആരെനിക്ക് വേണ്ടി ഉരുട്ടി മാറ്റും എന്ന് ചോദിക്കുന്ന വിഷയം തകർന്നിരിക്കുന്നത് നിങ്ങൾ ഈ വർഷം കാണും. അത് തകരും. ആ വിഷയം തകർന്ന് ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. കഥാവേ, ഈ ദൈവഭൃത്തിന്റെ അകത്ത് കഥാവേ ഒരു വലിയ അഭിഷേകത്തിന്റെ കൈമാറ്റം കഥാവ് ഇന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. ഞാൻ അതിനെ ആത്മാവിൽ കണ്ട് ഈ മകൻ കുടുംബമായി രക്ഷപ്പെടേണ്ടതിന് സഭയൊന്ന് പ്രാർത്ഥിച്ചു. അത് സാമ്പത്തിക തലത്തിലും ആത്മിക തലത്തിലും രക്ഷപ്പെടേണ്ടതിന് കഥാവ് ഈ രാത്രി അഭിഷേകം ചെയ്യാൻ പോകുന്നു. അതിനെതിരെ കിടക്കുന്ന പാരമ്പര്യങ്ങളും മുഴുവനും ഞങ്ങൾ തകർത്ത് അഭിഷേകത്തിന്റെ പുതുക്കം ഇപ്പോൾ മുതൽ വ്യാപരിക്കട്ടെ. കർത്താവ് എന്നോട് പറയുന്നു, ഈ 2 വർഷത്തിനകം തന്നെ പുതിയ ഒരു ഭവനത്തിന്റെ താക്കോൽ ദൈവം നിങ്ങളുടെ കരത്തിൽ തരും. ദൈവപ്രവൃത്തിയായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. ആ ഫിനാൻഷ്യൽ ബോണ്ടേജ് അഴിഞ്ഞു പോവുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തലത്തിൻ്റെ അകത്തിട്ടിരിക്കുന്ന ചങ്ങല ഞങ്ങൾ അഴിച്ചു മാറ്റുന്നു. അത് അഴിഞ്ഞു പോവട്ടെ. അഴിഞ്ഞു പോട്ടത്. അത് അഴിഞ്ഞു പോവട്ടെ. അത്ഭുതം നടക്കട്ടെ. 4 വശത്തുനിന്ന് ഉറവ തുറന്നു വരുന്നത് പോലെ ആത്മാവ് തുറക്കാൻ പോവുക. ഇപ്പൊ എത്ര പരിശ്രമിച്ചിട്ട് ഉറവ തുറക്കുന്നില്ല, അത് അടഞ്ഞു കിടക്കുക. എന്നാൽ പരിശ്രമങ്ങൾ വ്യർത്ഥമായി നിൽക്കുന്ന മേഖലയിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് ഈ 3 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മാറ്റം വരുത്താൻ തക്കവണ്ണം ഉറവയുടെ ചില തലങ്ങൾ ഇനി അടയ്ക്കാതെ, ഇനി അടയാതെ, ശത്രു അടയ്ക്കാതെ ദൈവം തുറക്കുന്നത് പോലെ തുറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവ് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് എന്നോട് ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങളുടെ പിതാവിൻ്റെ ഭൂമി സമ്പത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാഭിചാരത്തിന്റെ കുരുക്ക് ഇന്ന് രാത്രി കുടുംബത്തിന്റെ അകത്തൊന്ന് കെട്ടുപൊട്ടി. ദൈവപ്രവൃത്തിയായി പരിശുദ്ധാത്മാവ് തീർക്കുന്ന അത്ഭുതം വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ആ കുരുക്കിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ അത് വിടുതലാകട്ടെ. അത്ഭുതം സംഭവിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കാലെവിടെയാ മുക്കേണ്ടത്? എണ്ണയില്. ഇപ്പൊ എണ്ണയിലാണോ? ചില ആൾക്കാർ കാലയിലേക്ക് നോക്കുക, എണ്ണയുണ്ടോ, വറ്റിപ്പോയോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ കാല എണ്ണയിലാ നിൽക്കുന്നുവെങ്കിൽ 1 തലമുറയാൽ അനുഗ്രഹിക്കപ്പെടും. 2 സഹോദരങ്ങൾക്കിടയിൽ ഇഷ്ടനാകും. 3 അടുത്ത പദം അത് മലയാളത്തിൽ വായിക്കുമ്പോൾ നിന്റെ ഓടാമ്പൽ, അശനെ കുറിച്ച് പറയും, ഇരുമ്പും താമ്രവുമായിരിക്കട്ടെന്ന്. അത് KJV ബൈബിളിൽ കിടക്കുന്ന അയൺ ആൻഡ് ദ ബ്രാസസ് എന്ന പദമാണ്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, കാല് എണ്ണയിൽ മുഖ്യമന്റെ പാദം ഒരു ഇരുമ്പു ഷൂ ഇട്ട് ഈ ദേശത്ത് നിൽക്കാൻ തക്കവണ്ണം ആത്മാവ് ശക്തീകരിക്കുന്ന
ദൈവപ്രവൃത്തി ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം, സ്തോത്രം. ഒരു ഇരുമ്പ് ഷൂ, അതെന്തൊരു ചവിട്ടായിരിക്കും ചവിട്ടാൻ പോകുന്നത്, എന്തൊരു ബലമായിരിക്കും വ്യാപരിക്കാൻ പോകുന്നത്. സ്തോത്രം, സ്തോത്രം. ഒന്ന് സ്തോത്രം ചെയ്ത്, ശക്തമായി സ്തോത്രം ചെയ്ത്. ഞാനിത് പറയുമ്പോൾ നരിയാണികൾ വഴുതാതിരിക്കാൻ, കാലടികൾ വഴുതാതിരിക്കാൻ, ജീവിതം തകരാതിരിക്കാൻ, പാമ്പുകൾ ഉള്ളവിടത്ത്, തേളുകൾ ഉള്ളവിടത്ത്, ദേശശക്തി ഉള്ളവിടത്ത്, ആകാശത്തിന്റെ അധികാരമുള്ളവിടത്ത്, ആഭിചാരമുള്ളവിടത്ത്, മുള്ളുള്ളവിടത്ത്, പറക്കാരെ ഉള്ളവിടത്ത് നിന്റെ ദൈവം ഒരു ചെരുപ്പ് ധരിപ്പിച്ച്, ഒരു ഷൂ ധരിപ്പിച്ച് ആത്മാവിൽ ജയാളിയാക്കി ഈ രാത്രി പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉപദ്രവിക്കുന്ന പൈശാചിക തല ഉള്ള സ്ഥലത്തുനിന്ന് നീ മാറുകയല്ല, അതിന് മുകളിൽ നീ നിൽക്കാൻ, നിന്നെ ഒരു ചെരുപ്പ് ധരിപ്പിക്കാൻ, നിന്റെ ഓടാമ്പൽ ഉറപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ശക്തമായും ആലോചന പറയുകയാണ്. ചില ആൾക്കാർ ചിന്തിക്കുക, ഇത് പ്രവചനമാ, വിറ്റുമാറണോ, ഓടിപ്പോകണോ, മറ്റൊരിടം തപ്പണോ, ഇവിടെ കിടന്നിട്ടങ്ങ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഉറപ്പിക്കുന്നു, നീ ഓടിപ്പോകത്തില്ല, നീ ഓടിപ്പോകത്തില്ല. നിന്റെ കാലടി അവൻ കുടുങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഉറപ്പിച്ചു നിർത്താൻ പുതിയൊരു ചെരുപ്പുമായി നീ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ദേശത്തിലേക്ക്, ആധിപത്യം ഉള്ളവടത്തേക്ക്, നിന്റെ സഭയിലേക്ക് നീ പുറപ്പെടാൻ പോകുകയാണ്. എന്റെ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫ് മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന്. സ്തോത്രം. കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം, നിങ്ങളുടെ അഭിഷിക്തൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ വന്നു. സ്തോത്രം. എന്നാൽ ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരും ഞങ്ങളെ നോക്കി പറഞ്ഞ അവരുടെ മാനുഷികമായ ഒരു സന്ദേശമുണ്ട്, ഏറിയാൽ 6 മാസം. സ്തോത്രം. അതിനപ്പുറം ജീവിതം പോകാൻ സമ്മതിക്കത്തില്ല. എന്നാൽ 22 വർഷവും ഈ പാരമ്പര്യങ്ങൾക്ക് മുകളിൽ ഉറപ്പോടെ നിൽക്കാൻ എന്റെ ദൈവം ബലം തന്നെങ്കിൽ, പൈശാചിക മണ്ഡലം നിനക്കിട്ടിരിക്കുന്ന വില ദൈവാത്മാവ് തകർത്ത് നിന്നെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തി ആത്മാവ് നിന്നെ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറപ്പിക്കാൻ വേണ്ടിയാ കർത്താവ് ഇരുത്തിയിരിക്കുന്നത്, ഇളക്കാൻ വേണ്ടിയല്ല. പിശാചിനോട് പറ, ഇളക്കാൻ വേണ്ടിയല്ല, ഞാൻ ഉറക്കാൻ പോവുകയാ. ഒന്ന് ആത്മാവിൽ പറയാൻ പറ്റുമോ? ദേശത്ത് നോക്കി പറ, ഞാൻ ഉറക്കാൻ പോകുകയാ. തകർന്ന മണ്ണിനെ നോക്കി പറ, ഞാൻ ഉറക്കാൻ പോകുകയാ. തകർന്ന കുടുംബത്തെ നോക്കി പറ, തകർന്ന ബിസിനസ്സിനെ നോക്കി പറ, എന്റെ ഓടാമ്പൽ ഉറക്കാൻ പോകുകയാ. അവിടെ ഓടാമ്പൽ എന്ന മലയാളത്തിൽ കിടക്കുന്നത് 2 അർത്ഥമെടുക്കാൻ കഥ പറയുന്നു പ്രവചനത്തിന് വേണ്ടി. ഒന്ന്, നിന്റെ ഓടാമ്പൽ, അത് സംരക്ഷണത്തെ കാണിക്കുന്ന, അത് സംരക്ഷണത്തെ കാണിക്കുന്നതാ. ഇനി ശത്രു ഇടിച്ചു കയറി വന്ന് അപകരിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കാത്ത ചില ദൈവിക ഓടാമ്പലുകൾ നിന്റെ ഭവനത്തിന്റെ അകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്ത്, നിന്റെ ആരോഗ്യത്തിന്റെ അകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് എന്റെ ദൈവം സെറ്റ് ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അറുപ്പാനും മുടിക്കാനും വരുന്നവൻ ഇനി നിന്റെ വീട്ടിൽ കയറത്തില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇനി വീട്ടിൽ കയറത്തില്ല. കാരണം ദൈവം ചിലത് ഉറപ്പിച്ചു തുടങ്ങി. ദൈവം നിന്റെ വാതിലുകൾ ഉറപ്പിച്ചു തുടങ്ങി.
ദൈവം നിന്റെ സംരക്ഷണം ഉറപ്പിച്ചു തുടങ്ങി. അത് ആധിപത്യ കോട്ട ഉള്ളതിന്റെ നടുവിൽ നിന്റെ സംരക്ഷണം എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഉറപ്പിച്ചു തുടങ്ങി. സ്വതന്ത്രം ഇരിക്കാൻ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥനയ്ക്ക് വരാനും ഇന്ന് രാവിലെ ദേവദാസ പറഞ്ഞു ഇത്ര പേര് വന്നില്ല, അവരെ കൂട്ടി വരുത്തണം. സ്തോത്രം. ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. സ്തോത്രം. ഇരുത്തത്തില്ല. ഉറച്ചാൽ കാലെണ്ണയിൽ മുക്കിയാൽ തകരേണ്ടവൻ അറിയാം തകർന്നേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ആത്മാവി ദൈവജനത്തോട് ഞാൻ ദൂത് പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ജയഘോഷത്തിന്റെ പ്രാർത്ഥനയാ, ഒരു ആനന്ദ ഘോഷത്തിന്റെ പ്രാർത്ഥനയാ. അത് ജയത്തിന്റെ കൊടി ദേശത്തുയരുന്ന ദൈവപ്രവൃത്തിയുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമരമായിരിക്കട്ടെ. അതിന്റെ കേജവി കിടക്കുന്നത് എന്താ? നിന്റെ ഷൂ. അത് ഇച്ചിരി കൂടി ചേരുന്നത്. കാരണം കാല എണ്ണയിൽ മുക്കുമ്പോൾ എന്താ വരേണ്ടത്? അടുത്ത പദം പറഞ്ഞ ചെരുപ്പല്ലേ, ഷൂ അല്ലേ? ഇന്ന് രാത്രി ദൈവാത്മാവി പറയട്ടെ, അമ്മ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഒന്ന് ആത്മാവി പറഞ്ഞ് ചില ബലങ്ങൾ നിർവീര്യമാകുന്നു. നിനക്കെതിരെയിട്ട ബലങ്ങൾ, നിനക്കെതിരെ വന്ന ആഭിചാരങ്ങൾ, നിനക്കെതിരെ വന്ന പൈശാചിക ഉപദ്രവങ്ങൾ, കടന്നുകയറ്റങ്ങൾ, ആധിപത്യങ്ങൾ ഇന്നു രാത്രിയിൽ നിർവീര്യമാകുന്നു. സ്തോത്രം. ഓടാമ്പൽ ഇരുമ്പും താമരവും അല്ല, ഷൂ ഇരുമ്പും താമരവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വാക്യത്തിലേക്കൂടെ കർത്താവ് കൊണ്ടുപോകുന്നു. അതുകൂടി വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം എടുത്ത്. സങ്കീർത്തന പുസ്തകം 18-ന്റെ 36 എടുത്ത്. ഞാൻ കാലടി വെക്കേണ്ടതിന്, എല്ലാവരും ഒന്ന് ഏറ്റെടുക്കാമോ? ഒന്ന് കൈ കൊടുത്ത് പറ. വിശാലത വരുത്താൻ പോകുന്നു. സഭയൊന്ന് ആമേൻ പറ. വിശാലത വരുത്താൻ പോകുന്നു. കുടുംബങ്ങളൊന്ന് ആമേൻ പറ. വിശാലത വരുത്താൻ പോകുന്നു. ഇന്ന് രാത്രി സ്വർഗം ശക്തമായി ഇടപെടുന്നു. നിന്റെ കാലടികളെ ഞെരുക്കുന്ന ദുരാത്മാവിനെ മാറ്റി വിശാലത വരുത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് സദൃശവാക്യത്തിലേക്ക് വന്നേ. സദൃശവാക്യം 4-ാം അധ്യായത്തിന്റെ 12 വായിച്ചിട്ട് ഈ 18-ലേക്ക് വായിച്ചേ. നടക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? ഇടുങ്ങിയ ചില വഴികൾ, അത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതാ. ഞാനിവിടെ പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് ഇടുക്കുന്ന ചില പാതകൾ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് ഈ വണ്ടിയിൽ ഇരുന്നപ്പോൾ കിട്ടിയൊരു മെസ്സേജാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇടുങ്ങിയ ചില വഴികൾ ദൈവത്താൽ മാറാൻ പോകുന്നു. നീ കാലടി വെക്കേണ്ടതിന് ഇടുക്കമുള്ളപ്പെടുത്ത്, ഞെരുക്കമുള്ളപ്പെടുത്ത്, ഭാരമുള്ളപ്പെടുത്ത്. ഒരു വിശാലതയുടെ തലം എന്റെ ദൈവം തുറക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ. ഇത് ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ ഇടുക്കങ്ങൾ വരുത്തുന്ന, ഞെരുക്കങ്ങൾ വരുത്തുന്ന ഇരുട്ടു മാറിപ്പോകുകയാ. ആ ഇരുട്ടു മാറിപ്പോകുക. അത് മാറുന്ന അതൊന്നുകൂടെ വായിച്ച്. നടക്കുമ്പോൾ നിന്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല. അടുത്ത വാക്യം. ഓടുമ്പോ നീ ഇടറുകയുമില്ല. അടുത്തത്. എന്ത് ചെയ്യുമ്പോഴാ ആത്മാവ് ഇടപെടുന്നു? നീ കേൾക്കുന്ന പ്രബോധനം, നീ കേൾക്കുന്ന ദൈവവചനം, നീ കേൾക്കുന്ന പ്രവചനം
ഇന്ന് രാത്രി മുറുകെ പിടിച്ചോ. നീ വീഴത്തില്ലെന്ന്, നീ വീഴത്തില്ലെന്ന്, നീ ഞെരുങ്ങത്തില്ലെന്ന്, നീ തകരത്തില്ലെന്ന് ഈ രാത്രി സ്വർഗം ആത്മാവിൽ ദൂത് പ്രവചിക്കുന്നു. അപ്പൊ ഒന്നുകൂടി പറഞ്ഞാൽ, ഇവിടെ കേട്ട പ്രബോധനവും പ്രവചനവും മുറുകെ പിടിച്ച നിങ്ങൾ ഇടുക്കമല്ല കാണാൻ പോകുന്നത്, ഞെരുക്കമല്ല കാണാൻ പോകുന്നത്. അതിനെ മാറ്റുന്ന ആത്മശക്തി, അതിനെ മാറ്റുന്ന വചനത്തിന്റെ പരിവർത്തനം ഇവിടെ വ്യാപരിച്ചിട്ടുണ്ട്. ആകയാൽ ദൈവാത്മ പറയുന്നു, അവൻ നില ഇടുക്കത്തെ മാറ്റുന്ന ദൈവവചനത്തിന്റെ പരിവർത്തനം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഈ അവസാന ദിവസം പറയുക, നീ കേട്ടത്, നീ സ്വീകരിച്ചത് ഞെരുക്കം മാറ്റുന്നതാ, ഇടുക്കം മാറ്റുന്നതാ, തകർച്ച മാറ്റുന്നതാ, നിന്നെ പണിയുന്നതാ. നിന്റെ കാലടികളെ ഞെരിക്കാൻ സമ്മതിക്കാതെ എന്റെ ദൈവം നിന്നെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തി. സ്തോത്രം, സ്തോത്രം. ഈ പ്രബോധനം നിമിത്തം, ഈ വചനം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. 1 രൂപയ്ക്ക് വഴിയില്ലാതെ, ആഹാരത്തിന് വഴിയില്ലാതെ, വസ്ത്രത്തിന് വഴിയില്ലാതെ വിശ്വാസത്തിൽ വന്നിട്ട് വഴിമുട്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ദൈവശബ്ദം എല്ലാ പ്രഭാതത്തിലും സ്വീകരിച്ച് അതിന് ആമേൻ പറയാൻ തുടങ്ങിയപ്പോൾ വഴിയുടെ ഞെരുക്കവും ഇടുക്കവും ഓടി മാറുന്നത് ഞാൻ ആത്മാവിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ സഭയോട് ദൈവത്തിന്റെ ആത്മ വ്യക്തിപരമായി ഓരോ കുടുംബത്തോടും പ്രവചിക്കുന്നു. ഇവിടെ കേൾക്കുന്ന ഓരോ അരുൾപ്പാടുകളും നിന്റെ ചരിത്രം തിരുത്തുന്ന ദൈവപ്രവൃത്തിയായി ആത്മാവ് തുറക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിന്റെ വിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് ഒരു തിരുവചനം വായിച്ച് ആത്മാവിൽ അതിൻ്റെ ദൂതുകളെ സ്വീകരിക്കണം. സ്വീകരിക്കണം. ശത്രു സമ്മതിക്കത്തില്ല. നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പ് പറയുന്നു, മഹത്വകരമായ റിസൾട്ടുകൾ ദൈവത്താൽ വെളിപ്പെട്ടു വരും. ഇവിടെ കേൾക്കുന്ന ദൂതുകൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ദൈവിക സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥന റൂമിലേക്ക് കയറി ആത്മാവിൽ ചില ദൂതുകൾ സ്വീകരിച്ചോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ഞെരുക്കുന്ന പാതയുടെ ഇടുക്കത്തെ മാറ്റി നിന്നെ വിശാലപ്പെടുത്തുന്ന ദേശത്തിന്റെ വഴികൾ ആത്മാവ് തുറക്കുമെന്ന്. ഹല്ലേലൂയ. ഞാൻ നിർത്താൻ പോകുക. ദാവീദ് എന്താ പറഞ്ഞേ? നീ എനിക്ക് വിശാലത വരുത്തി. ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ആ വിശാലത ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? കർത്താവ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ദൈവാത്മാവിനോട് പറയുന്ന ഒരു വിശാലത, ഒരു വിശാലത വരാൻ പോവുകയാണ്. അമ്മ ആ വിശാലത എന്ന് അവിടെ പറയുമ്പോൾ നമ്മുടെ വിഷയത്തിന്റെ കാലടിയാണല്ലോ ചവിട്ടുക എന്നുള്ളതാണ്. അതിന്റെ 33 ഒന്ന് വായിച്ച്, ആ അധ്യായത്തിന്റെ 18-33. അതും ഒരു പ്രവചനമാണ്. അവൻ എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി. വായിച്ചോ. എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? തളർന്നവരോട് ദൈവാത്മാ പറയുന്നു, ഒതുങ്ങിയവരോട് ദൈവാത്മാ പറയുന്നു, ഒതുങ്ങാൻ പോകുകയല്ല, ഒരു മാൻപേട പോലെ ഓടിക്കേറി ചില ഗിരികളിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം ഒരു പ്രാപ്തി തരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുകയാണ്. സ്തോത്രം. എന്നിട്ടാ പറഞ്ഞ, നീ എനിക്ക് വിശാലത വരുത്തി. ആ വാക്യം തൊട്ട് വായിച്ചാൽ മതി, അത് തൊട്ട് വായിച്ചാൽ മതി. എന്തിനു വേണ്ടിയാ? കാലടി വെക്കേണ്ടത്. എവിടെ വെക്കേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല, എവിടെ സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല, വടിമുട്ടി നിൽക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ളവരൊന്ന്
ആമേൻ പറഞ്ഞു. വഴിമുട്ടി നിൽക്കുക. ഇനി എന്ത് ചെയ്യുമെന്നറിയത്തില്ല. വഴിമുട്ടി നിൽക്കുന്നവരൊന്ന് കരമുയർത്തിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി പേരുണ്ട് വഴിമുട്ടി നിൽക്കുക. കർത്താവ് എന്നോട് വ്യക്തമായി പ്രവചിക്കാൻ പറയുന്നു, വഴിമുട്ടലുകൾ മാറാൻ പോകുന്നു. വഴിമുട്ടലുകൾ മാറാൻ പോകുന്നു. നീ വെക്കേണ്ട പാത ദിനം പ്രതി എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറക്കുന്ന ദൈവപ്രവൃത്തി ആത്മാവ് ചെയ്യാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. മാറുന്നത് യേശുവിന്റെ നാമത്തിൽ. വഴിമുട്ടി നിൽക്കുന്നവർ ഒന്നാമേ പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ അതറിയട്ടെ, അതറിയട്ടെ, അഴിഞ്ഞു മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, നടക്കട്ടെ. ശബദ റബദ ജഗദ വൈദ ആത്മാവിൽ അഭിഷേകത്തോടെ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് ദൂത് കേൾക്കുന്ന ചിലരുടെ വഴിമുട്ടിയ അനുഭവം ദൈവാത്മാവ് തിരിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ വെക്കേണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം ഒരുക്കുന്ന വഴി തുറന്നു വരുമ്പോഴുണ്ടല്ലോ അത്യത്ഭുതമായ വഴികൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക വഴികൾ, ദൈവിക വാതിലുകൾ ആത്മാവ് തുറക്കുന്ന ദൈവപ്രവൃത്തി ഈ രാത്രി സ്വർഗം തന്റെ ദൂതനെ അയച്ച് തുറക്കുന്നത് ആത്മാവ് കാണിക്കുന്നു. നിങ്ങള് ഉപവാസ പ്രാർത്ഥന മാത്രമല്ല, അനേക ഡെലിവറൻസ് മീറ്റിങ്ങുകൾ ദേശത്ത് നടത്താൻ പോവുക. അത് നിങ്ങളുടെ അഭിഷിക്തൻ എടുത്ത നന്മ കൊണ്ടല്ല, സഭയ്ക്കകത്തു വരുന്ന വർധനവിനാൽ, സഭയ്ക്കകത്തു വരുന്ന നന്മയാൽ, സഭയ്ക്കകത്തുണ്ടാകുന്ന കൊയ്ത്തിനാൽ ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ഈ രാത്രി വിശാലത വരുത്തുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു രാത്രിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി. ഇതിനകത്ത് മനുഷ്യന് ക്രെഡിറ്റ് കൊടുക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ വാടകയില്ലാതെ ഒരു സ്ഥാപനത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വാടക കൊടുക്കണ്ട. അത് കഴിഞ്ഞ് ആ സ്ഥാപനം ഒന്ന് പൂട്ടിപ്പോയി. സ്തോത്രം. പിന്നെ എവിടെ സ്റ്റെപ്പ് വെക്കും എന്നറിയാൻ കഴിയാതെ നിന്നപ്പോൾ ഒരു ദൈവദാസനുമായി കണ്ടുമുട്ടി. അതൊക്കെ വന്ന് എനിക്ക് 2500 വാടക കൊടുക്കേണ്ടതിന് 500 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വാടക കൊടുത്തോളാം. സ്തോത്രം. സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഓർത്തു, കർത്താവ് ഒരുക്കിയ വഴി എത്ര ശ്രദ്ധം. അദ്ദേഹം പറഞ്ഞതല്ലാതെ 1 മാസം പോലും കൊടുത്തില്ല. എന്നാൽ ഈ 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ 1 മാസം പോലും ആരുടെ മുമ്പിൽ കടക്കാരനായിരിക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. ഞാൻ ആത്മാവിൽ പറയുന്നത്, നിനക്ക് ചെയ്യുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ വഴി മനുഷ്യർ മാറുന്നവിടത്ത്, മനുഷ്യർ വഴി അടയ്ക്കുന്നവിടത്ത് അത് പ്രവചനമാണ്. മനുഷ്യർ ചില വഴി അടയ്ക്കുന്നുണ്ട്. സ്തോത്രം. മനുഷ്യരെ അടയ്ക്കുന്നുണ്ട്. ഇന്ന് രാത്രി അത് പൊളിയോ? ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. മനുഷ്യൻ നിന്റെ വഴി അടച്ച് നിനക്കെതിരെ പ്രതികൂലമാകുമ്പോൾ എന്റെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് അനുകൂലമായി നിന്റെ വഴി തുറക്കാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി. സ്തോത്രം. ആ വിശാലത അങ്ങ് എടുക്കണം. ഞാനതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ അഗോചരമായ നന്മകൾ, അഗോചരമായത്, അളക്കാൻ കഴിയാത്തത്, ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത്, ഈ അഗോചരമെന്നും അപ്രമേയമെന്നും
ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ഈ രാത്രി സ്വർഗം അങ്ങനെയുള്ള വാതിലുകൾ നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നിന്റെ വെളിപ്പാടുകൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നിന്റെ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. സ്തോത്രം. വിശാലത വരുത്തി. സ്തോത്രം. അടുത്ത പദം കൂടി വായിച്ച്. അതൊന്ന് ഏറ്റെടുക്കാമോ? ഒന്ന് പറയാമോ? ഇനി വഴുതത്തില്ല. ഒന്ന് കൈ കൊടുത്ത് പറ, വഴുതത്തില്ല. ഇത് പ്രവചനമാ, വഴുതത്തില്ല. അപ്പൊ വഴുതിപ്പിക്കുമെന്ന് പറയുന്ന തലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ വഴുതി വീഴത്തില്ല. നീ ഉറപ്പോടെ നിൽക്കുന്നത്, നീ ജയത്തോടെ നിൽക്കുന്നത് ആത്മാവ് കാണിക്കാൻ പോകുന്നു. സ്തോത്രം. അത് വ്യക്തിപരമായി കൊടുക്കുന്ന ഉറപ്പും ധൈര്യവുമാണ്. ഒന്ന് വിശാലത വരുത്തുന്നു, രണ്ട് വഴുതത്തില്ല. മൂന്നാമത് ദാവീദ് എടുക്കുന്ന തീരുമാനമോ വായിച്ച്. അവിടെ പറയാം, ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിക്കും, അതിനെ എഴുന്നേറ്റുകൂടാതെ വണ്ണം. അങ്ങനെയല്ലേ? അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അടുത്ത വാക്യം, അവർക്ക് എഴുന്നേറ്റുകൂടാതെ വണ്ണം ഞാൻ അവരെ തകർക്കും. ഉറപ്പുണ്ടോ? അവരെന്റെ ഇതൊരു ജഡിക യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ല, അയൽവാസിയുടെ യുദ്ധം ചെയ്യാനല്ല. നിന്റെ കാലടികൾ വെക്കാൻ സമ്മതിക്കാതെ നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ചില ആധിപത്യങ്ങള് ഇന്നു രാത്രി സ്വർഗം പറയുന്നു, നിന്റെ കാഴ്ചവട്ടിൽ മുടിഞ്ഞു വീഴുന്നത്, തകർന്നു വീഴുന്നത് നീ കാണാൻ പോകുന്നു. സ്തോത്രം. ഉറപ്പുണ്ടോ ചവിട്ടുമെന്ന്? ഉറപ്പുണ്ടോ ചിലതിനെ ചവിട്ടുമെന്ന്? ഞാൻ വിശ്വസിക്കുന്നു ചിലതിനെ ചവിട്ടാൻ പോകുകയാണ്. അവിടെ ദാവീദ് പറയാം, ഞാൻ എൻ്റെ ശത്രുവിനെ പിന്തുടർന്ന് പിടിക്കും. സ്തോത്രം. സ്തോത്രം. അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ തോൽപ്പിച്ചതിനെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. ഇനി ഇതിവിടെ നടക്കും, ഇനിയും നടക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഇനിയും നടക്കും. ചിലതിനെ പിന്തുടർന്ന് പിടിക്കും. അങ്ങനെ ഒരു വെളിപ്പാട് വ്യാപരിച്ചിട്ടുണ്ട്. ആത്മാ പറയുന്നു, ഇനി തോക്കാൻ എന്റെ ദൈവം സമ്മതിക്കാതെ നീ ജയമെടുക്കാൻ, ചിലതിന് നേരെ തിരിയാൻ നിന്നെ ശക്തീകരിക്കാൻ പോകുന്നു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചിലതിനെ ചവിട്ടി പതിച്ച്, ചിലതിനെ പിന്തുരിഞ്ഞ് പിടിച്ച്, പിന്തുടർന്ന് പിടിച്ച്. സ്തോത്രം. ഇതുവരെ അത് നമ്മളെയാ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഉപവാസം ചിലതിനെ പിന്തുടരാൻ കർത്താവ് ശക്തീകരിക്കാൻ പോവുക. കർത്താവ് ശക്തീകരിക്കാൻ പോവുക. ഞാനത് പറയുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നത് ഒത്തിരി പേരുടെ മേലിൽ നിന്ന്, ഒത്തിരി 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 വ്യക്തികളിൽ നിന്ന്, സ്തോത്രം, തകർച്ചയുടെ സ്പിരിറ്റ്, തകർച്ചയുടെ, നൈരാശ്യത്തിൻ്റെ ഒരു ഇരുട്ട് ഇറങ്ങി മാറത്തില്ല എന്ന് ബലം പിടിച്ചു നിൽക്കുന്നത്, ദൈവശക്തിയാൽ ഓടി മാറുന്നത് കർത്താവ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കുക. സ്തോത്രം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. അപ്പോൾ ശത്രു കാൽച്ചുവട്ടിൽ വീഴും, പാമ്പുകളെയും തേളുകളെയും ചവിട്ടും. എണ്ണ കൊണ്ട് കാലിനെ കർത്താവ് അഭിഷേകം ചെയ്യും. അടുത്തത് കർത്താവ് പറഞ്ഞൊരു ഷൂ ദൈവം കാലിൽ തരും. ഇത്രയും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. കണ്ണുകളെ ഒന്ന് അടച്ച് ആത്മാവിൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഈ സമയം കർത്താവിൻ്റെ ദാസൻ കൊയറൊന്ന് മുമ്പോട്ട് വന്ന് ഒരു പാട്ട് പാടുമ്പോൾ നമ്മളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. വ്യക്തിപരമായി ദൈവാലോചനകളെ തരേണ്ടവർക്ക് ഞാൻ വീണ്ടും ആത്മാവിൻ്റെ നിയോഗത്തോടെ അത് കൈമാറും. അടകത ഒന്ന് അന്യഭാഷ പറഞ്ഞു, ഒന്ന് അന്യഭാഷ പറഞ്ഞു, ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ശബനറബദ ജഗത വൈദ അടകതന കേൾക്കന, അടകതന കേൾക്കന. ഒരു നിമിഷം
ഞങ്ങളുടെ കാലടി വെക്കാൻ ഒരു നിർവാഹവുമില്ല, മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് പറയുന്നവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വരാമോ? അടകതന കേൾക്കാൻ എന്ന് പറയുന്നവർ മാത്രം ഒന്ന് മുമ്പോട്ട് വാ. എല്ലാവരും വരാനല്ല ഞാൻ പറഞ്ഞത്, വഴിമുട്ടി നിൽക്കുകയാണ്, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർ മാത്രം ഒത്തിരി പേരുണ്ട്. കർത്താവ് ഇതിനെ ഇന്ന് രാത്രി വിടുവിക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. ഭയങ്കരമായ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ അകത്ത് ചെയ്യുക. അടകതനകൾക്കല ശമനത പദച്ചകല ഒന്ന് മുമ്പോട്ട് വന്നേ. കൊയ്റ് പാടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അഭിഷിക്തൻ വിനീത് വാസു എൻ്റെ കൂടെ വരണം. കൊയ്റ് പാടുമ്പോൾ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്, ഇത് അയക്കുന്ന സഭയായി കർത്താവ് തീർക്കാൻ പോകുന്നു.